ലോകാവസാനത്തിന് മുന്നോടിയായി യേശുക്രിസ്തുവിന്റെ കപട സാദൃശ്യത്തിൽ മനുഷ്യരെ വഴിതെറ്റിക്കാൻ വരാനിരിക്കുന്ന വ്യാജ മിശിഹായാണ് അന്തിക്രിസ്തു. അന്തിക്രിസ്തുവിനോടും 666 എന്ന നമ്പർ ഉപമിച്ചിരിക്കുന്നു. ഇവിടെയാണ് ഇലുമിനാറ്റികളുടെ പ്രസക്തി. ദജ്ജാളും ലൂസിഫറും ഇലുമിനാറ്റി എന്ന പൈശാചിക ശക്തിയെ ഉപയോഗിച്ച് ലോകത്തെ ഭരിക്കുന്നു എന്ന് കരുതപ്പെടുന്നു. അതായത് ബൈബിളിലെ ലൂസിഫറും ഖുറാനിലെ ദജ്ജാളും കൽക്കി പുരാണത്തിലെ കലിയും ലോകാവസാനത്തിന് മുന്നോടിയായി ലോകത്തിലേക്ക് വരും എന്ന് പറയപ്പെടുന്നു. ഇവർ മൂന്നുപേരും ദൈവം എന്ന ശക്തിക്ക് എതിരാണ്. ഇവർ മൂന്നുപേരും ഒന്ന് തന്നെ എന്ന് കണക്കാക്കാം. ഇലുമിനാറ്റികൾ പൈശാചിക ശക്തിയിൽ വിശ്വസിക്കുന്നവരാണ് എന്ന് കരുതപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ചെകുത്താന്റെ നമ്പറായ 666 എന്ന നമ്പർ ഇലുമിനാറ്റികളുടെ അടയാളമെന്ന് കരുതപ്പെടുന്നു. ഈ നമ്പറുകൾ ഇന്ന് വ്യാപകമായി ഉപയോഗിക്കുന്നു എന്ന് കരുതപ്പെടുന്നു. അതായത് ലോകപ്രശസ്തമായ പല കമ്പനികളും ഇലുമിനാറ്റികളുടെ കീഴിലാണ് എന്ന് പറയപ്പെടുന്നു. അത്തരം കമ്പനികളുടെ ലോഗോ സൂക്ഷിച്ചു നോക്കിയാൽ 666 എന്ന നമ്പർ നമുക്ക് കാണാൻ കഴിയും. ഒറ്റനോട്ടത്തിൽ ഒരുപക്ഷെ ഇത് നമുക്ക് മനസ്സിലായി എന്ന് വരില്ല, പക്ഷേ സൂക്ഷിച്ചു നോക്കിയാൽ ഇവ നമുക്ക് കാണാൻ കഴിയും. www എന്നത് വേൾഡ് വൈഡ് വെബ് എന്നാണല്ലോ, പക്ഷേ www എന്നത് ഹീബ്രുവിൽ വാവ് 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 എന്നാണ്. അതായത് 666 എന്നത് തന്നെ. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് ഒരു പ്രമുഖ കമ്പനിയുടെ ലോഗോ ആണ്. ഇത് എം എന്നാണ് വായിക്കാൻ കഴിയുക, പക്ഷേ ഇത് ഹീബ്രുവിൽ വാവ് 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 എന്ന് എഴുതിയിരിക്കുന്നതാണ്. 666 എന്ന് തന്നെയാണ് ഇതിനും അർത്ഥം. അതുപോലെ തന്നെ പ്രമുഖ ബ്രാൻഡുകളുടെ ലോഗോകളിൽ സാത്താന്റെ സന്ദേശങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട് എന്നും കരുതപ്പെടുന്നു. എന്തിന്, യേശുക്രിസ്തു ജനിച്ചു വളർന്ന ഇസ്രായേലിന്റെ ഇപ്പോഴത്തെ പതാകയിൽ പോലും ഒരു വ്യത്യസ്തമായ നക്ഷത്രത്തെ നമുക്ക് കാണാൻ കഴിയും. ഇത് സാത്താന്റെ ചിഹ്നമായി വിശ്വസിക്കുന്നവരും ഉണ്ട്, പക്ഷേ ഇത് സ്റ്റാർ ഓഫ് ഡേവിഡ്, അതായത് ജൂതന്മാരുടെ സിംബലാണെന്ന് കരുതുന്നവരും ഉണ്ട്. ഈ പറഞ്ഞവയെല്ലാം പുരാണങ്ങളുടെയും മതഗ്രന്ഥങ്ങളുടെയും അടിസ്ഥാനത്തിലാണ്.